നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024 ഏവർക്കും സ്വാഗതം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 4 മണ്ഡലങ്ങളിൽ BJP ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ BJP പിടിക്കുന്ന വോട്ട് നിർണായകമാവുകയും ചെയ്യുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ എന്തായിരിക്കും BJPക്ക് പ്രതീക്ഷിക്കാനുണ്ടാവുക? പരിശോധിക്കാം നമുക്ക്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് A. ജയശങ്കർ, അതിനോടൊപ്പം തന്നെ കേരള കൗമുദി രാഷ്ട്രീയകാര്യ ലേഖകൻ PH സനൽകുമാർ. ഇരുവർക്കും സ്വാഗതം വോട്ടേഴ്സ് ചോയ്സിലേക്ക്. അഡ്വക്കേറ്റ് A. ജയശങ്കർ, നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കുമ്പോൾ BJP ഓരോ തവണയും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത്തവണ അവരുടെ പ്രതീക്ഷ സീറ്റ് നേട്ടത്തിലാണ് എന്ന് ഉറച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി രണ്ടക്കത്തും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും എന്തായിരിക്കാം ഇക്കുറി അവർക്ക് പ്രതീക്ഷിക്കാവുന്നത്? അല്ല, രാജ്യത്ത് തന്നെ BJP വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുതിച്ചുകയറ്റം എന്ന് പറയാവുന്ന ഒരു സാഹചര്യം. അത് 2 തവണ ഭരണം പൂർത്തീകരിച്ച് മൂന്നാമതൊരിക്കൽ കൂടി ജയിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒരുപക്ഷെ നെഹ്റുവിൻ്റെ കാലത്ത് അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. നെഹ്റുവിൻ്റെ സമയത്ത് പ്രതിപക്ഷം വളരെ ദുർബലമായിരുന്നു. പ്രതിപക്ഷം ശൈശവാവസ്ഥയിലായിരുന്നു. 1952, 57, 62 ആകുമ്പോഴത്തേക്കും തന്നെ നെഹ്റുവിൻ്റെ കെട്ട് മിക്കവാറും വിട്ടു തുടങ്ങിയിരുന്നു, പിടിവിട്ടു തുടങ്ങിയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു ഒരു ടവറിങ് പേഴ്സണാലിറ്റി ആയതുകൊണ്ടും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷം സാമാന്യം ദുർബലമായിരുന്നുകൊണ്ടുമാണ് വിജയിക്കാൻ സാധിച്ചത്. അതും ഈ ഗോവ പിടിച്ചെടുത്തതിനെ തുടർന്നുള്ള വൈകാരികമായ ഒരു അന്തരീക്ഷം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നെഹ്റു 3 തവണ ഇന്ത്യയുടെ ഭരണസാരഥി ഏറ്റെടുത്തു എന്നുള്ള കഴിഞ്ഞാൽ പിന്നെ ഒരാൾ 2 വിജയം കഴിഞ്ഞ് മൂന്നാമതൊരു വിജയത്തിലേക്ക് എത്താൻ പോകുന്നത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. BJPക്ക് ഒറ്റയ്ക്ക് 370 സീറ്റ് കിട്ടും. മുന്നണിയും കൂടി അവരുടെ മുന്നണിക്ക് എല്ലാം കൂടി ചേർത്ത് 400-ലധികം സീറ്റുകൾ കിട്ടുമെന്ന് പ്രധാനമന്ത്രി വലിയ ആവേശത്തോടെ, രാജീവ് ഗാന്ധിയുടെ റെക്കോർഡാണ് അവരുടെ ലക്ഷ്യം. അതെ 300 സീറ്റിൽ കൂടുതൽ അല്ല, 370, 30, 400 ചില്ലാനും സീറ്റ് ജയിച്ച് അധികാരം കരസ്ഥമാക്കാനും പിന്നെ അവർക്ക് തോന്നിയ രീതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനൊക്കെയുള്ള താല്പര്യവും ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ വലിയൊരു വിജയമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ വിജയത്തിലേക്ക് ഏറ്റവും ചെറിയ സംഭാവന നൽകുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാം. അങ്ങനെ കേരളത്തിൽ ഇതുവരെ BJP ക്ലച്ച് പിടിച്ചിട്ടില്ല എന്നൊരു സത്യമാണ്. ഒരിക്കൽ ലോക്സഭയിലേക്ക് NDA ഘടകകക്ഷിയായ PC തോമസ് വിജയിച്ചു. അത് ചെറിയ വ്യത്യാസത്തിലാണ്. പിന്നെ നമ്മുടെ നിയമമണ്ഡലത്തിൽ നിന്ന് രാജഗോപാലൻ നിയമസഭയിലേക്ക് മത്സരിച്ചു. ഇത് 2 മാത്രമാണ് ഇവരുടെ ക്രെഡിറ്റിൽ ഇന്നുവരെയുള്ള വിജയങ്ങൾ. അതെ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ന് വെച്ചാലും BJPക്ക് കാര്യമായിട്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല. എന്നിരിക്കലും BJPക്കാർ ഒരിക്കലും കേരളത്തെ കൈവിട്ടുകളയാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ജനുവരി മാസം ആദ്യം തന്നെ തൃശ്ശൂർ വന്ന് റോഡ് ഷോയിൽ പങ്കെടുത്ത് ആദ്യം ഇടക്കിടക്ക് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണമാണെന്ന് പറഞ്ഞും പറയാതെയും ഈ പ്രചരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ വിട്ടുകളയാൻ തയ്യാറില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ജയിക്കണം. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ പരാജയം പിന്നത്തേക്കുള്ള വിജയത്തിൻ്റെ ചവിട്ടുപടിയായിട്ട് സൂക്ഷിക്കണം. ഈ ഉദ്ദേശം വെച്ചിട്ടാണ് ഇപ്പോൾ അമിത്ഷാ ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും ഒരു കാരണവശാലും കേരള സംസ്ഥാനത്തെ വിട്ടുകളയാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ചിലപ്പോൾ ഞങ്ങളെ നിരാകരിക്കും, പക്ഷെ ഞങ്ങൾ നിങ്ങളെ ഒരു കാരണവശാലും വിട്ടുകളയുള്ളൂ. കൂട്ടണമെങ്കിൽ 400+ എത്തണമെങ്കിൽ ഇനി കൂട്ടാൻ ഈ സൗത്ത് ഇന്ത്യയിൽ ഇനിയിപ്പോൾ കൂട്ടണമെങ്കിൽ തെക്കേ ഇന്ത്യയിൽ നിന്ന് വേണം കൂട്ടാനായിട്ട്. അതെ. തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് തെലങ്കാന, ആന്ധ്ര, പിന്നെ കിഴക്ക് ഭാഗത്തു നിന്ന് ഒഡീഷ, ബംഗാൾ, ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമേ അവർക്ക് വിജയിക്കാൻ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം വിജയിച്ച് കഴിഞ്ഞ അവിടങ്ങളിൽ സീറ്റ് കുറയാതെ നോക്കലാണ് പ്രധാനം. ഇവിടെ സീറ്റുകൾ കിട്ടാനാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ്. ഈ 2 സ്ഥലത്തെയും സ്ഥാനാർത്ഥികൾ നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂരിൽ വളരെ ശക്തമായ സാന്നിധ്യമായിരുന്നു സുരേഷ് ഗോപിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ അനുകൂലമായി വന്നു എന്നാണ് കരുതുന്നത്? അല്ല, സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ഇതേ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ച ഏറ്റവും അവസാനം വന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പുള്ളി. എങ്കിൽ പോലും വളരെ ഇമ്പ്രസീവായിട്ടുള്ളൊരു ക്യാമ്പയിനിങ് നടത്താനും ഗണ്യമായ രീതിയിൽ വോട്ട് പിടിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഈ തോറ്റുപോയ LDF സ്ഥാനാർത്ഥി ഇദ്ദേഹം തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അനുകൂല സാഹചര്യം തെളിയിച്ച ആളാണ്. പിന്നെ അദ്ദേഹം വീണ്ടും അതേ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയ്ക്ക് മത്സരിച്ചു. അത് ഈ പറഞ്ഞ പോലെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു, വിജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മൂന്നാമതും അതേ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിൽ ഒന്നാമതൊരു സിമ്പതി ഉണ്ടാവും, രണ്ടാമത് ഇദ്ദേഹം ഒരു പ്രബലരായ പൊതുപ്രവർത്തകനാണ് എന്ന തോന്നൽ ആളുകളുടെ ഇടയിലുണ്ട്. കാരണം
തോറ്റു പോയിട്ട് തിരിച്ചു വന്നല്ലോ, വേറെ മണ്ഡലത്തിലേക്ക് പോവുകയല്ലേ ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ പിന്നെ അദ്ദേഹം നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു. വധുവിൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പെൺകുട്ടിയുടെ കൈ പിടിച്ചു കൊടുത്തു, റോഡ് ഷോ നടത്തി. അപ്പോൾ ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ആളാണ് സുരേഷ് ഗോപി എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ, വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടാക്കുന്നതിന് അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഘടകങ്ങൾ BJPക്ക് മൊത്തത്തിൽ അതെ ഒരു അഡ്വാൻറ്റേജ് നേടിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് എത്ര വോട്ടായിട്ട് മാറും അപ്പോൾ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അല്ല, ആരെങ്കിലും ഈ കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ ജയിക്കാൻ അർഹനാണോ എന്ന് ചോദിച്ചാൽ ഏറ്റവും അർഹനായ മനുഷ്യൻ സുരേഷ് ഗോപിയാണ്. കാരണം കഴിഞ്ഞ 5 വർഷവും തോറ്റിട്ട് പോലും കഴിഞ്ഞ 5 വർഷവും മണ്ഡലത്തിൽ സജീവമായിരുന്നു, എല്ലാ കാര്യത്തിലും ഇടപെട്ടു. അദ്ദേഹം മണ്ഡലത്തിനെ കൈവിട്ടില്ല. തോറ്റിട്ടും കൈവിടാത്തൊരു മനുഷ്യനെ ജയിപ്പിക്കേണ്ടത് ജനങ്ങളുടെ കടമയല്ലേ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ആ ഒരു എന്താ പറയുക സൈക്കോളജിക്കലായിട്ട് രാജ്യസഭാ അംഗമായിരുന്ന കാലത്ത് ഈ പാർലമെന്റ് മറ്റേ MP ഫണ്ട് ഉണ്ടല്ലോ, അതിന്റെ ഗണ്യമായ ഭാഗം അവിടെ തൃശ്ശൂർ മണ്ഡലത്തിലെ പല പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്. പിന്നെ ഒരു സിനിമാ നടൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഗ്ലാമർ ഉണ്ടല്ലോ. സുരേഷ് ഗോപി ചെറിയ ആളല്ല, മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കഴിഞ്ഞാൽ മലയാള സിനിമയിൽ വളരെ സാന്നിധ്യം തെളിയിച്ച ആളാണ്. ഒറ്റയ്ക്ക് അദ്ദേഹം അത്ഭുതകരമായ വിജയങ്ങൾ പലപ്പോഴും നേടിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയത്തിൻ്റെ 2 ഇടവേളകൾക്കിടയിൽ പോലും അദ്ദേഹം അഭിനയിച്ച സിനിമകൾ വലിയ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സ്വീകാര്യത സാധാരണക്കാരായ വോട്ടർമാരുടെ ഇടയിൽ അദ്ദേഹത്തിനുണ്ട്. എന്താണ് അങ്ങക്ക് തോന്നുന്നത്, ഈ സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ യുവാക്കളും അടങ്ങുന്ന വലിയൊരു സമൂഹം അദ്ദേഹത്തെ പിന്തുണയ്ക്കും, ജാതി നോക്കാതെ അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ എന്നൊക്കെയാണ്? അതിന് അങ്ങനെ ഒരു സാധ്യത തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. അദ്ദേഹത്തിന് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് പോലും ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് വോട്ട്സ് കിട്ടാൻ സാധ്യതയുണ്ട്, സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. സ്വന്തം പോക്കറ്റിൽ നിന്നും കാശെടുത്ത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ ആളാണ് എന്ന് ഒട്ടേറെ പേർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ അദ്ദേഹം തൃശ്ശൂരിൽ നിലയുറപ്പിച്ച് ജയിച്ചിട്ടും എന്നിട്ടും അദ്ദേഹത്തെ ജയിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് മനസ്സുമെടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ കലാകാരന്മാരുടെ ഇമോഷണൽ സനൽകുമാർ പറഞ്ഞത് ശരിയാണ്. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. രാഷ്ട്രീയക്കാർ നമ്മുടെ തുടർന്ന് 4-5 പ്രാവശ്യം തോറ്റാളൊന്നും വലിയ പ്രശ്നമില്ല. MI ഷാനവാസ് എത്ര തെരഞ്ഞെടുപ്പിൽ തോറ്റാളാണ്. ഒരിക്കലും അദ്ദേഹം വടക്കേക്കരയിൽ, ഞങ്ങളുടെ മണ്ഡലമാണ് വടക്കേക്കര, ഇപ്പോൾ ആ മണ്ഡലം ഇല്ല. വടക്കേക്കര മണ്ഡലത്തിൽ 2 പ്രാവശ്യം തോറ്റു. 3ാമത്തെ തവണ പട്ടാമ്പിൽ പോയി മത്സരിച്ചു, അതും തോറ്റു. അത് കഴിഞ്ഞ് ചിറയൻകീഴിൽ വന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചു, അതിന് 2 തവണ ഇല്ല, 2 തവണ തോറ്റു. ഇത്രയും തവണ തോറ്റതിന് ശേഷമാണ് പുള്ളി വയനാട്ടിൽ നിന്ന് പാർലമെന്റിലേക്ക് നിന്ന് ജയിച്ചത്. അപ്പോൾ അത്രയും ഈ പരാജയങ്ങൾ കൊണ്ടും പുള്ളി പാഠം പഠിക്കാതെ പിന്നെ മത്സരിച്ച് ജയിക്കുക, ആ ഒരു രീതി തീർച്ചയായിട്ടും ഇവിടെ അനുവർത്തിക്കാവുന്നതാണ്. പക്ഷേ ഈ നാഷണൽ പെർസ്പെക്റ്റീവിലെ ഈ കേരളത്തിലെ BJPയുടെ കാൻഡിഡേറ്റിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ട്. അതായത് BJP പിന്നെ സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ മിഷൻ 50 എന്ന് പറഞ്ഞിട്ടാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ 130 സീറ്റ് ഈ കർണാടക, തമിഴ്നാട്, കേരളം, ആന്ധ്ര, തെലുങ്കാന 130 സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് 29 സീറ്റ്. ഇത്തവണ മിഷൻ 50 എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ അവർ സംസാരിക്കുന്നൊരു കാര്യം, ഇതിനകത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കാൻഡിഡേറ്റിനെ നിർത്തിയിട്ടുള്ളത് കേരളത്തിലാണ്. കാരണം ഒരു ന്യൂ ജനറേഷൻ കാൻഡിഡേറ്റ് ആണ് ഈ കേരളത്തിൽ നിർത്തുന്നത്. കൺവെൻഷണൽ പൊളിറ്റീഷ്യന്മാരല്ല, എല്ലാവരും ഒരു ഡിഫറെൻറ്റ് ഫീൽഡിൽ നിന്ന് വന്ന ആൾക്കാരെയാണ് കേരളത്തിൽ കാൻഡിഡേറ്റായിട്ട് നിർത്തിയിരിക്കുന്നത്. കേരളത്തിൽ അത് വിജയിച്ചാൽ അത് ദേശീയ തലത്തിൽ വരെ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ സമീപനമാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? കുമാർ പറഞ്ഞറിയില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഒരു കൗതുകമുണ്ട്. BJPക്ക് വേണ്ടി സ്ഥിരമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട്. അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും മത്സരിക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും മത്സരിക്കും, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലുള്ള. അതെ, കറക്റ്റാണ്. ഞാൻ അതിലേക്ക് വരാൻ പോകുന്നത്. PK കൃഷ്ണദാസ്, CK പത്മനാഭൻ, N രാധാകൃഷ്ണൻ, ഇവരൊക്കെ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ശരിയാണ്, ഇവരൊക്കെ ഈ താമര അടയാളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളായിരിക്കും. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ പട്ടിക വന്നിട്ടുള്ളത്. അതൊരു ചേഞ്ചായിട്ട് എനിക്ക് തോന്നുന്നു. ചെറിയ ഒരു ചേഞ്ചല്ല, അതിലൊരു അതെ, തീർച്ചയായിട്ടും. രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാര്യം പറയാമെന്ന് തോന്നുന്നു. രാജീവ് ചന്ദ്രശേഖർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ തന്നെ പറഞ്ഞ സൈബർ ഇടം വളരെ പോസിറ്റീവായി പ്രയോജനപ്പെടുത്തുന്ന ഒരു നേതാവ്, തിരുവനന്തപുരത്തിന് ഏറെ പ്രയോജനം ചെയ്തേക്കാവുന്ന നേതാവ്, MP ജയിച്ചു കഴിഞ്ഞാൽ.
അത് വളരെ പ്രസക്തമായ ഒരു പ്രചരണ രീതി തന്നെയല്ലേ? പ്രസക്തമായ ഒരു പ്രചരണ ശൈലിയാണെന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് അത് വലിയൊരു അളവ് വരെ ആളുകളെ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ ഇമാജിനേഷൻ പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ BJP-കാരല്ല. അതെ. കൃഷ്ണദാസിനെ പോലെ, രാധാകൃഷ്ണനെ പോലെയുള്ള ഒരാളല്ല. അതെ അതെ അത് വ്യത്യസ്തമായ ഒരു ഫീൽഡിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. മാത്രമല്ല എതിർ സ്ഥാനാർത്ഥിയും പ്രബലനാണ്, ചില്ലറക്കാരനല്ലേ ശശി തരൂർ. അതെ അപ്പോൾ ശശി തരൂരിനോട് മുട്ടി നിൽക്കാൻ അതുപോലെ പ്രബലനായ ഒരാൾ, അതിനേക്കാൾ സമ്പന്നനായ ഒരാൾ, അങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നത് മാത്രമല്ല, സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് വലിയ മീഡിയ ഹൈപ്പ് ഉണ്ടാക്കും. ഇതാ വരുന്നു, അതെ, ചെറിയ ആളല്ല, പിടിച്ചു കെട്ടു എന്നൊക്കെ പറഞ്ഞ് ശരിയാണ്. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് BJP-കാർ വിജയിച്ചു. പക്ഷേ ഇതിനകത്ത് ഈ പ്രചരണത്തിൽ സാറ് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും, ഈ പ്രചരണത്തിൽ ഈ BJP ഈ പറയുന്ന, അതായത് തൃശ്ശൂർ സുരേഷ് ഗോപി, പത്തനംതിട്ടയിൽ അനിൽ ആന്റണി, പിന്നെ തിരുവനന്തപുരത്ത് ഈ രാജീവ് ചന്ദ്രശേഖർ, ഇവരെ ഇതുപോലുള്ള കാൻഡിഡേറ്റ്സ് ഇതിൻ്റെ പ്രചരണ രീതിയിൽ ഇവരാരും എതിർ കാൻഡിഡേറ്റ്സിനെ രാഷ്ട്രീയമായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ആക്രമിക്കുന്നില്ല. ഇവരുടെ പ്രചരണ ശൈലി തന്നെ വികസനവും പിന്നെ മറ്റൊരു തരത്തിലുള്ള പുരോഗതിയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഇതാണ്. അവരാരും ഇപ്പം മറ്റേ കോൺഗ്രസിനെ ആക്രമിക്കുന്നില്ല, രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിനെ ഒന്നും പറയുന്നില്ല, രാഹുൽ ഗാന്ധിനെ ഒന്നും പറയുന്നില്ല, പിണറായി വിജയനെയോ ഇവിടുത്തെ CPM-നെയോ ഒന്നും പറയുന്നില്ല, അനിൽ ആന്റണിയും പറയുന്നില്ല, അപ്പം ഈ സുരേഷ് ഗോപിയും പറയുന്നില്ല. ഇവിടെ നമ്മൾ കണ്ടും പരിചയിച്ചും കേട്ടുമുള്ള രാഷ്ട്രീയ പ്രചരണ അതില്ല. ഇപ്പം പിണറായി വിജയനൊക്കെ മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ടാണ് രാഷ്ട്രീയക്കാരെ സംസാരിക്കുന്നത്. അതേസമയം ഇവിടെ ഈ രാജീവ് ചന്ദ്രശേഖരൊന്നും രാഷ്ട്രീയക്കാരെ പറ്റി ഒന്നും പറയുന്നില്ല. പുള്ളി ഓരോ സ്ഥലത്ത് പ്രചരണത്തിന് പോകുമ്പോഴും അവിടുത്തെ ലോക്കൽ ഇഷ്യൂസ്, അവിടുത്തെ ജനങ്ങളുടെ കാര്യം, നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ തരാം അങ്ങനെ തരാം എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാണ്ട് ഇവിടെ കോൺഗ്രസ്സുകാർ മോശം വരുന്നു, ഇവിടെ CPM-മാർ നാശം വരുന്നു, അവർ കൊലപാതകത്തിന്റെ രാഷ്ട്രീയമാണ് ഒന്നും പറയുന്നില്ല. ഇവിടെ PK കൃഷ്ണദാസോ അല്ലെങ്കിൽ ഇവിടുത്തെ കൺവെൻഷണൽ BJP-കാരോ പറയുന്ന ഒരു കാര്യം ഇവരാരും സംസാരിക്കുന്നില്ല. അപ്പോൾ അതൊരു മാറ്റമല്ലേ? അതൊരു ന്യൂ ജനറേഷനെ ആകർഷിക്കുന്ന ഒരു പരിപാടിയല്ലേ? അത് ന്യൂ ജനറേഷനെ ആകർഷിക്കും എന്നുള്ളത് കൂടാതെ നമ്മുടെ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരും. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു പാർട്ടി ഫലപ്രദമായിട്ട് നടപ്പ് കഴിഞ്ഞാൽ പിന്നെ മറ്റു പാർട്ടികളും ഇത് അനുകരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ 19 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്കറിയില്ലേ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് രമ്യ ഹരിദാസ് ആലത്തൂർ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. അവരെക്കുറിച്ച് മുതിർന്ന നേതാവ് വിജയരാഘവൻ നടത്തിയ ചില പരാമർശം, അതെ, അതുപോലെയൊക്കെ ചെയ്യാതിരിക്കാൻ ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും ഒരു താക്കീതായിട്ട് ഭാവിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. മറ്റൊന്ന്, രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വാധീനം വ്യക്തമാക്കാനുള്ള അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു വഴി കൂടി ഇത് ഒരുക്കുന്നു. അല്ല, ആ രീതിയിലൊക്കെ ഉള്ളൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലം പോലത്തെ ഒരു മണ്ഡലത്തിൽ, ആ മണ്ഡലം പ്രധാനമാണല്ലോ, വളരെ അവികസിതമായ അല്ലെങ്കിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയെ പ്രതികരിക്കുന്ന ഒരു മണ്ഡലമല്ല, ഈ ഇടത്തരക്കാർ കൂടുതലുള്ള, വിദ്യാസമ്പന്നർ കൂടുതലുള്ള ആ ഒരു മണ്ഡലത്തിൽ ഇതൊക്കെ ആയിരിക്കും ആളുകൾ ഏറ്റവും അവസരം ആളുകൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാവുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ സ്റ്റഡി റിപ്പോർട്ടിൽ ഇപ്പം മോഡി ഗവൺമെൻറ് 3ാം വട്ടം ജനവിധി തേടുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് ഭരണ നേട്ടങ്ങളാണ്, കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ. സമാനമായ രീതിയിലാണ് വാജ്പേയി ഗവൺമെന്റും ഭരണ നേട്ടങ്ങൾ പക്ഷെ അത് വിജയിച്ചില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ലോകത്തിൽ ഒരു പ്രസ്ഥാനവും വിജയം നേടിയിട്ടില്ല. അപ്പോൾ അതേസമയം ഇലക്ഷൻ നിർണ്ണയിക്കുന്നത് ഇമോഷൻസ് ആണ്. അപ്പോൾ ആ ഇമോഷൻസ് എത്രമാത്രം ഈ കാൻഡിഡേറ്റിലൂടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഒരു ഒബ്സർവേഷൻ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ്. അത് ശരി, രാഷ്ട്രീയക്കാർക്ക് മാത്രമേ അതെടുത്ത് കളിക്കാൻ പറ്റുള്ളൂ. അതെ, അത് ഇതുപോലുള്ള വ്യവസായികൾക്കോ അല്ലെങ്കിൽ സിനിമാർക്കോ ഇമോഷൻസ് എടുത്ത് കളിക്കാൻ പറ്റില്ല. ശോഭാ സുരേന്ദ്രനെ പോലുള്ള സ്ഥാനാർത്ഥികൾ നോക്കുക, അതെ, അവർക്ക് ഇമോഷൻസ് മാത്രമേ എടുത്ത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. വികസനമോ പുരോഗതിയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ സർവതോമുഖമായ ഉയർച്ചയൊന്നുമല്ല. അതെ, ശോഭാ സുരേന്ദ്രനിൽ കൊടുത്താൽ അവരവരുടെ രീതിയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ആളുകളെ കേൾക്കുന്നവരെ കോരിത്തിരിപ്പിക്കുകയും ചെയ്യും. അതെ, അപ്പോൾ അതൊക്കെ എല്ലാ ഗുണങ്ങളും ഒരു സ്ഥാനാർത്ഥിയിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റിയില്ല. അതെ അതെ. നമ്മൾ ആറ്റിങ്ങിലേക്ക് പോകുമ്പോൾ അവിടെയും കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുക, കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മത്സരിക്കുകയാണ്. അവിടെ ശക്തമായ പാർട്ടി മെഷീനറി അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു BJP. തിരുവനന്തപുരത്ത് നിന്നുള്ള പാർട്ടി പ്രവർത്തകർ പോലും ആറ്റിങ്ങിൽ പോയി പ്രചാരണം നടത്തുന്നതാണ് കേൾക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹത്തിന് അത്ര ഒരു വലിയ വിജയസാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എതിരാളികൾ വളരെ പ്രബലരാണ്. ഒന്ന് CPM ജില്ലാ സെക്രട്ടറി V ജോയിയാണ്. ജോയി MLA ആണ്. അതിലുപരി നാട്ടുകാരനാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. വളരെ കാലമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും
പാർട്ടിയുടെ വോട്ടുകൾ പൂർണ്ണമായിട്ട് സമാഹരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ പരമ്പരാഗതമായ ഒരു ഇടതുപക്ഷ ശക്തി കേന്ദ്രമാണ് ഈ അതെ, ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ എന്ന് പേരിട്ട് വിളിക്കുന്ന പഴയ ചിറയൻകീഴ്. അപ്പോൾ അതുകൊണ്ട് വലിയ അട്ടിമറിക്ക് സാധ്യതകൾ കുറവാണ്. പിന്നെ UDF സ്ഥാനാർത്ഥി പ്രബലനാണ്, അടൂർ പ്രകാശാണ്, സിറ്റിംഗ് MP ആണ്. കേരള രാഷ്ട്രീയത്തിലെ എല്ലാവിധ അടവുകളും തന്ത്രങ്ങളും പൊളിറ്റിക്കൽ മാനേജറാണ്. അല്ലാതെ മാനേജറും മാനിപ്പുലേറ്ററുമാണ്. അത് ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള കോന്നി സീറ്റിൽ നിന്ന് നിരന്തരം ജയിച്ചുകൊണ്ടിരുന്ന ആളാണ്. കാരണം കോന്നി ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണ്. ഒരു അച്യുതാനന്ദൻ മത്സരിക്കാൻ ആലോചിച്ച സീറ്റാണ് കോന്നി. പക്ഷേ അടൂർ പ്രകാശ് അവിടുന്ന് പലതവണ വിജയിച്ച ആളാണ്. ഇനി എന്തായാലും വിജയിക്കും. ആ രീതിയിലൊരു വലിയ സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇതാണ് ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത. വി മുരളീധരൻ തെരഞ്ഞെടുപ്പിന് 2 വർഷം മുൻപ് മുതൽ തന്നെ അവിടുത്തെ തീരദേശം കേന്ദ്രീകരിച്ച് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നു. അത് ഫലം കാണില്ല. അല്ല, അതൊക്കെ ഒരു ചെറിയ പരിധി വരെ ചിലവാകുള്ളൂ. കാരണം ഈ വികസന പ്രവർത്തനങ്ങളോ ജനങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തൊന്നും ആ സമയത്ത് ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ ഓർക്കില്ല. ഒരു സർക്കാരിൽ ഇങ്ങനെ കിട്ടാനുള്ള എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള പ്രതികരണം മറുഭാഗത്ത് കിട്ടുമായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നവരായിരിക്കും. വിദേശത്ത് പെട്ടുപോയ 5 തെങ്ങ് സ്വദേശികളെ തിരിച്ചെത്തിച്ചു. അതൊക്കെ അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്നല്ല പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു വികാരം വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇതിനെ അപേക്ഷിച്ച് താരതമ്യേന തീക്ഷ്ണത കുറഞ്ഞായിരിക്കും. പക്ഷേ മുരളീധരൻ അവിടെ ഒരു പ്രസൻസ് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ അവിടെ പോകുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം. കാരണം ഒരു പരിധിവരെ മുരളീധരൻ വളരെ സജീവമാണ്. മുൻ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രചരണ രംഗത്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ഈ മറ്റ് കാൻഡിഡേറ്റിനെ, കേരളത്തിലെ മറ്റ് കാൻഡിഡേറ്റിന് വ്യത്യസ്തമായിട്ട് നടന്ന് ഓരോ വീടുകളും കയറുന്ന ഒരു പ്രചരണ ശൈലിയാണ് മുരളീധരൻ ഇത്തവണ ചെയ്തത്. പേഴ്സണലായിട്ട് എല്ലായിടത്തും കയറി ആൾക്കാരെ പരിചയപ്പെട്ടൊക്കെ സംസാരിച്ചു, അല്ലാണ്ട് ഒരു റാലിയോ അങ്ങനെ നടത്തുന്നതല്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റീവാണ് ഒരു തരത്തിൽ. പിന്നെ ഈ അടൂർ പ്രകാശിന് ഒരു എന്താ പറയുക, ഒരു ഭരണവിരുദ്ധ വികാരം പോലത്തെ ഒരു സാധനം അടൂർ പ്രകാശിന് ഉണ്ട് അവിടെ. കാരണം അദ്ദേഹം അവിടെ അവൈലബിൾ ആയിരുന്നില്ല, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അതേസമയം ജോയി അപ്രതീക്ഷിതമായിട്ട് കയറിയത് ഇപ്പം സാറ് പറഞ്ഞ പോലെ ഭയങ്കര ശക്തമായൊരു പ്രസൻസ് തന്നെയാണ് ജോയി. കാരണം സംഘടനാ സംവിധാനത്തിൽ ജോയിക്ക് ഒന്നും ചെയ്യേണ്ട, ജോയി നിന്നാൽ മതി അവിടെ. അത്രയ്ക്ക് പ്രസൻസാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ മുരളീധരന് ടഫാണ്. പക്ഷേ മുരളീധരൻ മറ്റ് കാൻഡിഡേറ്റിനെ അപേക്ഷിച്ച് മുരളീധരൻ നല്ല പ്രസൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ. അത് മാത്രമല്ല, മുരളീധരൻ ഈയിടെ ഈ ആറ്റിങ്ങൽ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ സമരം നടത്തി. അതെ. പുള്ളിക്ക് പ്രത്യേകിച്ച് അതിൽ വലിയ റോളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ലോ അക്കാഡമിയുടെ പഠിക്കാൻ വന്നൊരു കട്ടിലൊക്കെ ഇട്ട് അവിടെ ഉപവാസം നടത്തി. ഞാൻ ഈ ഉപവാസം പന്തലിൽ വെച്ചാണ് മുരളീധരൻ ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ. മറ്റൊരു കാര്യം, നമ്മുടെ ടീം തന്നെ നെടുമങ്ങാട് പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു 150 കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരുന്നു. ആരും പരിഹരിച്ചില്ല. അവിടുത്തെ നഗരസഭയ്ക്കെതിരെ ശക്തമായി പോരാട്ടം വേണ്ടി വന്നു, അല്ലെങ്കിൽ നഗരസഭയ്ക്കെതിരെ ഒരു നീക്കമായിരുന്നു. ആ പ്രശ്നത്തിൽ വി മുരളീധരൻ ഫലപ്രദമായി ഇടപെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെ പ്രാദേശിക ഓരോ പോക്കറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി. അല്ല, അതൊക്കെ ഉണ്ട്. അദ്ദേഹം അന്ന് മുതൽക്ക് തന്നെ ഒരു ജനസമ്പർക്കം ഉണ്ടായിരുന്നു ജനങ്ങളുമായിട്ട്. ഇപ്പം ലോ അക്കാഡമി സമരം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ ആ സംഭവത്തിൽ പോലും അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ശ്രീതാമസക്കാരൻ എന്നുള്ള രീതിയിൽ ഈ വിഷയത്തിൽ വരാനും അദ്ദേഹം BJP നേതാവ് എന്നുള്ള രീതിയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അവിടെ അതിൽ പങ്കെടുക്കാനും ഉപവാസം നടത്താനൊക്കെ സാധിച്ചു. ഒരു BJP ഒരു സംഘടനാ മിഷനറി കുറേ കൂടി ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ ഈ വർക്കല നഗരസഭയിൽ BJPക്ക് നല്ല മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഏതാണ്ട് 12ഓളം മെമ്പേഴ്സ് BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. അതേപോലെ തന്നെ നെടുമങ്ങാട് BJPക്ക് മെമ്പേഴ്സ് ഉണ്ട്. പല പഞ്ചായത്തുകളിലും BJPക്ക് മെമ്പേഴ്സ് ഉണ്ട്. പണ്ടൊന്നും ഇല്ലായിരുന്നാണ്. അതായത് 2014 പോലും ഇല്ലാതിരുന്ന BJPയുടെ പ്രസൻസ് അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യക്തമാകാൻ തുടങ്ങി. അതിൻ്റെ ഒരു പരിണിതഫലമാണ് ഈ 2019 അവിടെ നമ്മുടെ LDF കാൻഡിഡേറ്റ് തോറ്റുപോയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു മാറ്റം അവിടെ വിസിബിളാണ്. അപ്പം അടൂർ പ്രകാശിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഈ LDFൻ്റെ ഭാഗത്തുള്ള ഒരു വോട്ട് ചോർച്ച ഒരു നിർണായക ഘടകം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ 2024 ഇലക്ഷൻ. ആ ഒരു തുടർച്ച ഇപ്പോഴുണ്ടാകുമോ? ആ വോട്ട് BJPക്ക് വോട്ട് കൂടുന്നതിൻ്റെ ഒരു നിർണായകമായ ഒരു ഫോഴ്സായി അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അത് ഈ നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആ രീതിയിലൊരു വലിയ മുന്നേറ്റം നടത്താനായിട്ട് മുരളീധരന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം 2019 ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചത്. ശോഭയ്ക്ക് വലിയൊരു എനർജി ഉണ്ട്. എനർജി ലെവൽ വളരെ കൂടുതലാണ്. പിന്നെ സാധാരണക്കാരായ വോട്ടർമാരായിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ട്
ഇടപെടുന്നതിൽ അതെ. അവരുടെ ഒരു വലിയ പിന്തുണ ആർജിക്കുന്നതിൽ ശോഭയ്ക്കുള്ള ഒരു വലിയ കഴിവുണ്ട്. മുരളീധരൻ എനിക്കൂടെ ആദ്യമായിട്ടാണ് ഒരു പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മുരളി നമുക്കൊരു കണ്ടസ്റ്റൻ്റായിട്ട് ആ രീതിയിൽ അതെ അതെ നമുക്ക് വിലയിരുത്താൻ പറ്റിയില്ല. കണ്ടസ്റ്റൻ്റായിട്ട് ഇപ്പോൾ ഒരിടത്ത് സ്ഥിരമായി മത്സരിക്കുന്ന ആളിനെ നമുക്കറിയാം ഇയാൾ പോയ ഇവിടം വരെ പോകും എന്ന്. അതെ അതെ അത് കറക്റ്റ്, അത് കറക്റ്റ്. അങ്ങനെ ഒരു ഘടകം മുരളിയുടെ കാര്യത്തിലുണ്ട്. ഉണ്ട് ഉണ്ട്. ഉണ്ട്. പുള്ളി ആദ്യമായിട്ടാണ് ഒരു പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കെ സുരേന്ദ്രൻ നമുക്കറിയാം എത്ര പൊട്ടൻഷ്യൽ ഉണ്ട്. പുള്ളി പല മണ്ഡലങ്ങളിലും മത്സരിച്ചിട്ടുണ്ട്. ശോഭയാണെങ്കിൽ അങ്ങനെയല്ലേ, ഈ സോഡിയം വെള്ളത്തിലിട്ട് പോലെ പ്രവർത്തിക്കുന്ന വളരെ ഊർജ്ജസ്വലയായ ഒരു സ്ഥാനാർത്ഥിയാണ്. ആലപ്പുഴയിൽ ശോഭ ശക്തമായ ഒരു സാന്നിധ്യമായിരിക്കും. ആലപ്പുഴയിൽ ശക്തമായ സാന്നിധ്യമാണ് ഇതിനകം തന്നെ. പിന്നെ ശോഭ പിടിക്കുന്ന വോട്ടുകൾ ആരെ ബാധിക്കും എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ഉണ്ട്. അതെ അതെ. അത് കണ്ടമാനം വോട്ട് പിടിച്ചാൽ വേണുഗോപാലിനെ എത്ര ബാധിക്കും, ആരിഫിനെ എത്ര ബാധിക്കും എന്നുള്ള ഒരു ഘടകം അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. മാത്രമല്ല ഈ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നതിനേക്കാളും ശക്തമായ സാന്നിധ്യം ശോഭയ്ക്ക് അവിടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു. തീർച്ചയായും അഭിപ്രായ വോട്ടെടുപ്പുകളിൽ അത്ര തന്നെ കാണുന്നില്ല. പക്ഷേ വളരെ മാത്രമല്ല ആലപ്പുഴ ഒരു പ്രത്യേകത ഈ വിധ്വംസക സംഘടനകളുണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പോലെയൊക്കെയുള്ള സംഘടനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ദുസ്വാധീനം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ശോഭ ചെല്ലുന്നത്, നേർ വിപരീതമായ ഐഡിയോളജിയുമായിട്ട്. അതെ, എനിക്കൊന്ന് അവിടെ വളരെ ശക്തമായ ഈവൻ തീരദേശ മേഖലയിൽ പോലും ശക്തമായ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചു കഴിഞ്ഞു ഇപ്പോൾ തന്നെ ശോഭാ സുരേന്ദ്രന്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമായിരിക്കും ഒട്ടേറെ മണ്ഡലങ്ങളിൽ BJP എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജയിച്ചില്ലെങ്കിൽ കൂടി വരുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് നൽകുന്ന വ്യക്തമായൊരു സൂചന കൂടിയായിരിക്കും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് A. ജയശങ്കർ, ഒപ്പം തന്നെ PH സനൽകുമാർ, ഇരുവർക്കും നന്ദി. വോട്ടേഴ്സ് ചോയ്സ് 2024 ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.